നൈനൈന കിഞ്ചന അനാവൃതം നൈനൈന കിഞ്ചന അസംവൃതം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. നൈനൈന കിഞ്ചന കിഞ്ചിതപ്യനാവൃതം അനാച്ഛാദിതം തഥാ നൈനൈന കിഞ്ചന അസംവൃതം അന്തരനനുപ്രവേശിതം ബാഹ്യഭൂതേന അന്തർഭൂതേന ച അനാവൃതം. രണ്ടു കാര്യം ഇവിടെ പറഞ്ഞു. നൈനൈന കിഞ്ചന അനാവൃതം അനാച്ഛാദിതം. അവ്യാപ്തം എന്നാണ്. ഓതതന്തുഭിരിവ വസ്ത്രം. വസ്ത്രത്തിൽ നൂല് ഓതപ്രോതമായിരിക്കുന്ന പോലെ അത് നമ്മൾ വിശദീകരിച്ചാണ്. അനാവൃതം എന്ന് വെച്ചാൽ അനാച്ഛാദിതം എന്ന് വെച്ചാൽ അവ്യാപ്തം. ഇതാണ് ഈശാവാസ്യത്തിൽ ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. ഈശാവാസ്യം ആച്ഛാദിതം എന്ന് പറഞ്ഞു. ഈശാവാസ്യമിതം സർവം ഈശാ. ഇവിടെയും അതേപോലെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അനാച്ഛാദം വ്യാപ്തം ഒന്നും തന്നെ ഇതിനാൽ വ്യാപ്തമാകാത്തതില്ല. അത് രണ്ടു തരത്തിലും പറഞ്ഞു. ഓതതന്തുരിഭവസ്ത്രം പ്രോതേരിവാസ. ഓതപ്രോതമായിരിക്കുന്ന പോലെ, ഓടും പാവുമായിരിക്കുന്ന പോലെ എന്ന് പറയും. ബാഹ്യഭൂതേന അന്തർഭൂതേന ച അനാവൃതം. ബാഹ്യഭൂതമായിരിക്കുന്നത് പിന്നെ അന്തർഭൂതമായിരിക്കുന്ന ആത്മാവ് അനാവൃതം അവ്യാപ്തമല്ല. എവം സയേവ. അതാണ് പറയുന്നത്. എന്താണ്? ആത്മാവ് പൂർണ്ണമായതുകൊണ്ട് ആത്മാവിന് ഒരു തരത്തിലുള്ള ന്യൂനതയില്ല. ആത്മാവിന് ഒരു തരത്തിലുള്ള പരിച്ഛിന്ന ഭാവവുമില്ല. ഏവം സയേവ. അതുകൊണ്ട് സയേവ ആത്മാവ് പൂർണ്ണമായിരിക്കുന്നതുകൊണ്ട് ആത്മാവ് തന്നെ സ്വസ്വരൂപം തന്നെ നാമരൂപാത്മന. അതിനാണ് പ്രാധാന്യം. അത് തന്നെ നാമരൂപമായിരിക്കുന്നത്. അത് ഇനി പറയുന്നതുമായിട്ട് ബന്ധമുണ്ട്. എന്നാണ് ഞാൻ അതൊരിക്കൽ കൂടെ പറയുന്നു. ആത്മാവ് തന്നെ നാമരൂപത്തിൽ, നാമരൂപ സ്വരൂപത്തിൽ, നാമരൂപാത്മന എന്ന് വെച്ചാൽ നാമരൂപ സ്വരൂപത്തിൽ. സാധാരണ നമ്മൾ രണ്ടായിരിക്കും. നാമരൂപം വേറെ, ആത്മാവ് വേറെ. എന്തുകൊണ്ട്? അവിദ്യ കൊണ്ട് കൽപ്പിതമാണ് നാമരൂപങ്ങൾ. അപ്പോൾ എവിടെ കൽപ്പിച്ചിരിക്കുന്നു? ആത്മാവൻ. അപ്പോൾ കൽപ്പനയുടെ അധിഷ്ഠാനമാണ് ആത്മാവ്. ഇങ്ങനെയാണ് സാധാരണ വിശദീകരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നു. ഏവം ഇത് അനാവൃതം അസംവൃതം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ ഏവ ആത്മാവ് തന്നെ, സ്വസ്വരൂപം തന്നെ, നാമരൂപാത്മന നാമരൂപ രൂപത്തിൽ ഇരിക്കുന്നത്. അപ്പം നാമരൂപങ്ങൾ നാമരൂപത്തിന്റെ രൂപത്തിലിരിക്കുന്നതാണ്. നാമരൂപത്തിലിരിക്കുന്നതാണ്. തിരിച്ചല്ല പറയുന്നു. നാമരൂപങ്ങളുടെ അധിഷ്ഠാനമാണ് ആത്മാവ്. അങ്ങനെയല്ല ഇവിടെ പറയുന്നു. ആത്മാവ് തന്നെ നാമരൂപമായിരിക്കുന്നു എന്നാണ്. അന്തർബഹിർഭാവേന സൈവ അന്തർബഹിർഭാവേന
ആത്മാവിന്റെ അന്തർഭാവത്തിൽ, അന്തർഭാവം എന്ന് വെച്ചാൽ സ്വസ്വരൂപമായി, ബഹിർഭാവേന, ബഹിർഭാവം എന്ന് പറയുമ്പോൾ ഈ ശരീരം, ഇന്ദ്രിയം, വിഷയം, പ്രപഞ്ചരൂപത്തിൽ എന്ന് പറയുന്നു. കാര്യകരണരൂപേണ അത് വ്യക്തമാകുന്നു. ഈ ബഹിർഭാവം എന്ന് പറയുമ്പോൾ ആത്മാവ് തന്നെ ബഹിർഭാവം എന്ന് പറയുന്നത് എങ്ങനെ പറയുന്നു? കാര്യകരണരൂപത്തിൽ, കാര്യമായ ശരീരമായും കരണങ്ങളായും ഇന്ദ്രിയങ്ങളായും മനസ്സുൾപ്പെടെയുള്ള എല്ലാമായും വ്യവസ്ഥിത പറയുന്നു, വ്യവസ്ഥിതമായിരിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. എന്ത്? സൈവ, ആത്മാവ് തന്നെ. അപ്പൊ ആത്മാവാണ് നാമരൂപത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്മാവാണ് പ്രപഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, പ്രപഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. വ്യവസ്ഥിത പറയുന്ന തതോ അന്യ അണുമാത്രമപ്യസ്ഥി തതോ അന്യത്. അപ്പൊ ഈ പറയുന്ന സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി അണുമാത്രമോ, ഒരു പരമാണു പോലും ഇല്ല വേറിട്ട്. അണുമാത്രമപ്യസ്ഥി, ദേശം പോലും ഒന്നും വേറിട്ടില്ല. നാമരൂപമായിരിക്കുന്ന പരമാത്മാവ് തന്നെ ഉണ്ട്. നാമരൂപങ്ങളെല്ലാം പരമാത്മാവ് തന്നെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെയാണ് നാമരൂപം എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും നാമരൂപം എന്ന് പറയാറില്ലല്ലോ. നാമരൂപം എന്ന് സർവത്ര പറയുന്നത് പ്രപഞ്ചത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ശബ്ദസ്പർശരൂപ രസഗന്ധത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ പൃഥ്വി, അപ്പത്തേജ്, വായു, ആകാശരൂപത്തിൽ, കാലം, ദിക്ക്, ഈ രൂപത്തിലെല്ലാം അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം, ഇതിനെ പറയുന്ന നാമരൂപമാണ്. ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം അത് എന്താണ്? സൈവ, ആത്മാവ് തന്നെ. അത് ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആത്മാവ് തന്നെയാണ് ഈ രണ്ട് രൂപത്തിൽ. ഇതാണ് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് അത്? സപ്രപഞ്ചം, നിഷ്പ്രപഞ്ചം. നിഷ്പ്രപഞ്ചമായും അത് സ്ഥിതി ചെയ്യുന്നു, സപ്രപഞ്ചമായും അത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ആത്മാവ് വേറെ, പ്രപഞ്ചം വേറെ, അല്ലെങ്കിൽ സത്യമായ ആത്മാവ്, മിഥ്യയായ പ്രപഞ്ചം, അങ്ങനെ വേർതിരിക്കുന്നില്ല. ഈ ഭാഗത്ത് അങ്ങനെ വേർതിരിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ പ്രാധാന്യമുള്ളതാണ് അതിനെ വേർതിരിക്കാതെ പറയുന്നു, ഒന്നെന്ന് പറയുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അടുത്ത മന്ത്രം വരുന്നത്. പുരസ്സക്കര ഇത്യാദി മന്ത്ര സംക്ഷേപിത ആത്മ ഏകത്വം ആചഷ്ഠേ. അപ്പോൾ ഈ മന്ത്രം ആത്മ ഏകത്വത്തെക്കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവ് അനാത്മാവ് എന്നിവിടെ വേർതിരിക്കാൻ കഴിയില്ല. സത്യം മിഥ്യ എന്ന് വേർതിരിക്കാൻ കഴിയില്ല. നാമരൂപവും ആത്മാവെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? എങ്ങനെ വേർതിരിക്കും? അല്ലെങ്കിൽ നാമരൂപങ്ങളുടെ അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നു? അതിനാണ് പറയുന്നത് അത് കല്പിതമാണ് എന്ന് പറയുന്നത് അവിടെയാണ്. ആ അനുഭവം, നാമരൂപങ്ങളുടെ അനുഭവം വേറിട്ടുണ്ടാകുന്ന എന്തുകൊണ്ട്? ജീവൻ പ്രപഞ്ചാനുഭവം എന്തുകൊണ്ടുണ്ടാകും? അതിന് പറയും അത് കല്പിതമാണ്, സ്വസ്വരൂപത്തിൽ ആരോപിതമാണ്, കല്പിതമാണ് എന്ന് പറയും.